മൈ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവർക്കും തന്നെ ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ അബ്ദുൽ കലാം അല്ലേ, APJ അബ്ദുൽ കലാം സാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, സ്വപ്നങ്ങൾക്ക് ചിറക് വെക്കണം, സ്വപ്നങ്ങൾ നാം കണ്ടു തുടങ്ങണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും രണ്ട് തരമാണെന്ന് ചിന്തിക്കും. നമ്മുടെ ആഗ്രഹങ്ങളാണ് പലപ്പോഴും സ്വപ്നങ്ങളായി വരുന്നത്. പക്ഷെ സ്വപ്നങ്ങളെല്ലാം ആഗ്രഹങ്ങളല്ല. ഇപ്പോൾ ഒരു എവറസ്റ്റ് കയറണം എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ സ്വപ്നങ്ങളാവാം, അത് ചിലപ്പോൾ ആഗ്രഹങ്ങളാണെന്നില്ല. അതുപോലെ തന്നെ നമ്മൾ സൈക്കിൾ വാങ്ങിക്കാമെന്ന് നമ്മൾ ചിന്തിച്ചു, അത് സ്വപ്നമായിട്ട് വന്നത് നമ്മുടെ ആഗ്രഹങ്ങളാണ് സ്വപ്നങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് എങ്ങനെയാണ്, എനിക്കും ആഗ്രഹങ്ങളുണ്ടായിരുന്നു, നിങ്ങളെയൊക്കെ പോലെ തന്നെ കുഞ്ഞു കുഞ്ഞാഗ്രഹം. ഞാൻ പറഞ്ഞ സൈക്കിൾ ടയർ പോലെ തന്നെ. ഞാൻ സ്കൂളിൽ പോകുന്ന കാലത്ത് അന്ന് വെച്ചാൽ ബാഗുകളൊന്നും ഇല്ല ഞങ്ങൾക്ക്. ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ തോളത്ത് ബുക്കുകൾ അടുക്കി റബ്ബർ ബാൻഡ് ഇട്ടാണ് പോകുന്നത്. നല്ല വെയിറ്റാണ്. ആ പോകുന്ന വഴിക്ക് HP-യുടെ ഒരു ലോറി, ടാങ്കർ ലോറി, തൊഴുത്തിങ്കിൽ നിന്നൊരു ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ വന്ന് കിടക്കേണ്ട 9:30 ആകുമ്പോഴാണ് വണ്ടി വരുന്നത്. ആ വണ്ടിയെ അനുസരിച്ചാണ് സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അന്ന് ഒരിടത്തും ക്ലോക്കുകളൊന്നും പലയിടത്തും ഇല്ല, വാച്ചുകളുള്ള കുട്ടികളില്ല. അപ്പം ഞാൻ ടൈം, അപ്പോൾ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നി ഈ ടാങ്കർ ലോറിയോട്. ടാങ്കർ ലോറിയുടെ ഡ്രൈവറിന് ഭയങ്കര റെസ്പെക്റ്റാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും ഉയർന്ന പദവിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ മനസ്സിലാഗ്രഹം അന്നും ഇന്നും എന്നത് ഒരു ടാങ്കർ ലോറിയുടെ ഡ്രൈവറാണെന്നതാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ഞങ്ങൾ ഒരാളുടെ വീട്ടിൽ ഞാനും ബിനോസും വൈഫും കൂടി പോവുകയായിരുന്നു. അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലിയേറ്റീവ് കെയറിൻ്റെ സ്ഥാപകൻ എന്ന രീതിയിൽ തന്നെയാണ്, അരൂരിലെ ഒരു സ്ഥാപകൻ തന്നെയാണ്. ഓരോ കാര്യങ്ങളും ചെയ്യുന്നതാണ് ക്യാൻസർ പേഷ്യൻസിന്, അതുപോലെ തന്നെ ഒത്തിരി പേഷ്യൻസിനെയൊക്കെ, ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനെയൊക്കെ, അല്ലെങ്കിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടുള്ളവർക്കെല്ലാം ഭക്ഷണവും അരി, അതായത് കൺസ്യൂമേഴ്സ് എല്ലാം കൊണ്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു വണ്ടി വേണം. അല്ല, വണ്ടി അവർക്കുണ്ട്, ഇപ്പോൾ ഡ്രൈവറില്ല. അപ്പോൾ അവർക്കൊരു ആംബുലൻസാണ് അവർക്കുള്ളത്. അപ്പോൾ എൻ്റെ ഈ ടാങ്കർ ലോറി എന്നുള്ള ആ ഒരു ഡ്രൈവർ കുറേ നാളത് കഴിഞ്ഞപ്പോൾ മാറി. കാരണം റോഡുകളിലേക്ക് ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു വണ്ടിയാണ് ആംബുലൻസ്. അപ്പം അന്ന് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം വന്നു, എനിക്കൊരു ആംബുലൻസിൻ്റെ ഡ്രൈവറാണെന്നുള്ളത്. അപ്പം ഇന്നലത്തെ ദിവസം ഈ സാധനങ്ങൾ, ഇപ്പോൾ പലചരക്ക് ഐറ്റംസ് ഒക്കെ ഓരോ വീട് 10-32 വീടുകളിലാണ് അദ്ദേഹവും ടീമും കൊടുക്കുന്നത്. അപ്പോൾ ആ ടീമിലെ ഒരാളാണ് വൈഫ് ബിനൂസും. അപ്പോൾ അതിനുള്ള കേക്ക്സും അതൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. കുറച്ച് സ്പോൺസറിങ് ആയിട്ടാണ് ചെന്നത്. ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറയാണ്, ഇവിടെ വണ്ടി ഓടിക്കുന്ന ആള് ഇന്നും നാളത്തേക്കും ഓക്കെ അല്ല, അപ്പോൾ ഓടിക്കുന്നു. അപ്പം ഞാൻ ഉടനെ ആൻസർ പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു, ആംബുലൻസിൻ്റെ ഡ്രൈവറാകാനുള്ള ഒരു ഭാഗ്യമാണ് ദൈവമായിട്ട് എനിക്ക് തന്നത്, അവസരമാണ് തന്നതെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, മനസ്സിൽ വെച്ചു. അപ്പോൾ പറയാതെ ഞങ്ങൾ രണ്ടും തിരികെ പോരുന്ന വഴിക്ക് ഞാൻ ചോദിക്കുകയാണ്, ചോദിച്ചു, ആ ആംബുലൻസിൻ്റെ ഡ്രൈവർ ഞാനാവാം, ഞാൻ അവർക്കെല്ലാം കൊണ്ട് കൊടുത്താണ്. ചില ആഗ്രഹങ്ങളൊക്കെ നമ്മൾക്ക് സാധ്യമാകുന്നത് എങ്ങനെയാണ്. പക്ഷെ എന്തോ ആ സമയത്ത് ആ ഒരു മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ വരും, ആയതിനാൽ ആ ഡ്രൈവർ ആകുന്ന, ആംബുലൻസ് ഓടിക്കാവുന്ന ആ ഒരു അവസരം എനിക്കില്ലാതെയായി. അതുപോലെ ആഗ്രഹങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ പറയാം. എല്ലാവർക്കും നമസ്കാരം, ഒത്തിരി നന്ദി.